ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 7 ജ്ഞാനവിജ്ഞാന യോഗം. ശ്ലോകം 26. വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന ഭവിഷ്യാണി ച ഭൂതാനി മാം തു വേദ ന കശ്ചന. വിവർത്തനം. ഹേ അർജുന, പരമപുരുഷനായ എനിക്ക് പണ്ടുണ്ടായതും ഇന്ന് സംഭവിക്കുന്നതും മേലിൽ വരാൻ പോകുന്നതുമായ എല്ലാം അറിയാം. എല്ലാ ജീവാത്മാക്കളും എനിക്ക് സുപരിചിതരാണ്. പക്ഷേ എന്നെ ആർക്കും അറിയാൻ വയ്യ. ഭാവാർത്ഥം: വ്യക്തിഭാവത്തിൻ്റെയും അവ്യക്തഗത ഭാവത്തിൻ്റെയും പ്രശ്നമാണിവിടെ വിവരിക്കുന്നത്. അദ്വൈതികൾ സിദ്ധാന്തിക്കുന്നത് പോലെ സാകാരനായ ഭഗവാൻ കൃഷ്ണൻ മായ ഭൗതിക മൂർത്തിയാണെങ്കിൽ സാധാരണ മനുഷ്യർക്കെന്ന പോലെ അദ്ദേഹത്തിനും ദേഹനാശവും പിന്നെ ദേഹാന്തര പ്രാപ്തിയുമുണ്ടാവും. അതോടെ കഴിഞ്ഞതെല്ലാം മറക്കുകയും ചെയ്യും. ഭൗതിക ശരീരമെടുത്ത ഒരാൾക്ക് മുൻജന്മ സ്മരണ ഉണ്ടാകാറില്ല. വരും ജന്മത്തെക്കുറിച്ചോ ഈ ജന്മത്തിൻ്റെ ഫലത്തെക്കുറിച്ചോ പ്രവചിക്കാനുമാവില്ല. അങ്ങനെ ഭൂതഭാവി വർത്തമാനങ്ങൾ അയാൾക്ക് അജ്ഞേയങ്ങളായി തന്നെ ഇരിക്കും. ഭൗതിക കൽമഷങ്ങളിൽ നിന്ന് മുക്തനായാൽ മാത്രമേ അതിനു വേണ്ടുന്ന അറിവ് ലഭിക്കുകയുള്ളൂ. കൃഷ്ണനാകട്ടെ മുമ്പ് കഴിഞ്ഞതും ഇന്ന് സംഭവിക്കുന്നതും വരാൻ പോകുന്നതുമായ എന്തും തനിക്കറിയാമെന്ന് പറയുന്നു. ഇത് സാധാരണ ജനങ്ങൾക്ക് സാധ്യമല്ലല്ലോ. അനേക കോടി വർഷങ്ങൾക്ക് മുമ്പ് വിവസ്വാൻ എന്ന സൂര്യദേവന് ഉപദേശം നൽകിയത് കൃഷ്ണൻ ഓർക്കുന്നുണ്ടെന്ന് 4-ാം അധ്യായത്തിൽ നിന്നറിയാം. പരമാത്മരൂപേണ സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭഗവാന് എല്ലാ ജീവാത്മാക്കളെയും അറിയാം. എന്നാൽ ഭഗവത് രൂപേണ അവിടുത്തെ സാന്നിധ്യമുണ്ടെങ്കിലും പരമാത്മരൂപേണ ഹൃദയസ്ഥനാണെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ അറിവ് കുറഞ്ഞവർക്ക് സാധ്യമല്ല. അവ്യക്തഗത ബ്രഹ്മത്തെ ദർശിക്കാനായിരിക്കും കൂടുതൽ എളുപ്പം. തീർച്ചയായും ശ്രീകൃഷ്ണ ഭഗവാന്റെ അതീന്ദ്രിയ സ്വരൂപം നശ്വരമല്ല. സൂര്യനെ പോലെയാണ് ഭഗവാൻ. മായ മേഘപടലം പോലെയും. ഭൗതിക ലോകത്തിൽ സൂര്യനെയും ഗ്രഹനക്ഷത്രാദികളെയും ഒപ്പം തന്നെ മേഘങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. ആകാശത്തിൽ വെച്ച് ചിലപ്പോൾ ഈ തേജോഗോളങ്ങളെ മേഘങ്ങൾ മറയ്ക്കാറുണ്ട്. പക്ഷേ നമ്മുടെ പരിമിത ദൃഷ്ടികളിൽ നിന്ന് മാത്രമേ ഇവ മറയുന്നുള്ളൂ. വാസ്തവത്തിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മറയ്ക്കപ്പെട്ടിട്ടില്ല. അതേപോലെ മായയ്ക്ക് പരമപുരുഷനെ മറയ്ക്കുവാൻ കഴിയില്ല. തൻ്റെ അന്തരംഗ ശക്തിയാൽ അല്പബുദ്ധികൾക്ക് അദ്ദേഹം അവ്യക്തനാണ്. ഈ അധ്യായത്തിൽ തന്നെ 3-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ കോടാനുകോടി മനുഷ്യരിൽ കുറച്ചുപേരെ ജീവിതത്തിൽ പരിപൂർണതയ്ക്കു വേണ്ടി യത്നിക്കാറുള്ളൂ. അങ്ങനെ പരിപൂർണത നേടിയ 1000 പേരിൽ ഒരുവന് മാത്രമേ കൃഷ്ണന്റെ യാഥാർത്ഥ്യം അറിയാൻ സാധിക്കൂ. അവ്യക്തഗത ബ്രഹ്മത്തിൻ്റെയും ഹൃദയസ്ഥനായ പരമാത്മാവിൻ്റെയും സാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞിട്ടുള്ളവർക്ക് പോലും കൃഷ്ണാവബോധമില്ലെന്നിരിക്കിൽ കൃഷ്ണനെ പരമപുരുഷനായി അറിയാൻ കഴിയാതെ വരും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.